ഞങ്ങൾ അതിരാവിലെ തന്നെ യാത്ര ആരംഭിച്ചു. മുത്തങ്ങ വന്യജീവി സങ്കേതം കടക്കുമ്പോൾ പ്രകൃതി ഭരിക്കുന്ന ഒരു മേഖലയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. നനഞ്ഞ മണ്ണിന്റെയും യൂക്കാലിപ്സിന്റെയും ഗന്ധം നിറഞ്ഞ വായു പുതുമയുള്ളതായിരുന്നു. ആനകളുടെയും പുള്ളിപ്പുലികളുടെയും പുള്ളിമാനുകളുടെയും ഇടയ്ക്കിടെയുള്ള കടുവകളുടെയും ആവാസ കേന്ദ്രമാണ് ഈ സങ്കേതം. ഡ്രൈവ് തന്നെ മാന്ത്രികമാണ്. ഇരുവശത്തും ഉയരമുള്ള മരങ്ങൾ, ഇടയ്ക്കിടെ മയിലുകൾ കുറുകെ കിടക്കുന്നു. മേലാപ്പിലൂടെ മിന്നിമറയുന്ന സൂര്യപ്രകാശം. ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംരക്ഷിത വനങ്ങളിലൊന്നായ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് ഞങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോയി. നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ ബന്ദിപ്പൂർ ഒരു കാലത്ത് മൈസൂർ മഹാരാജാവിന്റെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. ഇന്നിത് ഒരു സങ്കേതമാണ്. പോകുന്ന വഴിക്ക് കൂട്ടം കൂട്ടമായി കുറച്ച് ആനകളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഗുണ്ടൽപേട്ട് കടന്ന് ഗോപാലസ്വാമിപേട്ടിലേക്കുള്ള യാത്രയിലാണ്. കാട്ടിലെ മൂടൽമഞ്ഞിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ഞങ്ങൾ കണ്ടു. ഗോപാലസ്വാമിപേട്ട. അതിമനോഹരമായ കവാടം. കവാടത്തിനുള്ളിലൂടെ ഞങ്ങൾ കടന്നു. ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര വളരെ ഹൃദ്യമായിരുന്നു. ആട്ടിൻകൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളെയും വഴിനീളെ കാണാം. ഒരു വളഞ്ഞു പുളഞ്ഞ കുന്നിൻ റോഡ് ബന്ദിപ്പൂർ പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമായ കൊടുമുടിയിലേക്ക് നയിക്കുന്നു. ഏകദേശം 1450 മീറ്റർ ഉയരത്തിൽ. വർഷത്തിൽ ഏകദേശം 300 ദിവസം ഇത് മൂടൽമഞ്ഞിൽ മൂടപ്പെട്ടിരിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ചിലർ ഇതിനെ ഹിമഗിരി എന്ന് വിളിക്കുന്നതിൽ അതിശയിക്കാനില്ല. ഞങ്ങൾ ഗോപാലസ്വാമി പേട്ടിലേക്കുള്ള കവാടത്തിലേക്ക് എത്തി. അവിടെ ടിക്കറ്റ് എടുത്ത് ബസ്സിനായി കാത്തുനിന്നു. കർണാടക സർക്കാരിന്റെ തന്നെ ബസ്സാണ് ഗോപാലസ്വാമി പേട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ 3ഓളം ബസ്സുകളുണ്ട്. എല്ലാ ട്രിപ്പും അത്യാവശ്യം ആളുകളെ നിറച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവധിക്കാലമായതിനാൽ എല്ലാവരും ഗോപാലസ്വാമിപേട്ട് സന്ദർശിക്കാനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒരു കുന്ന് കയറി വേണം ഗോപാലസ്വാമിപേട്ടിലേക്ക് പോവാൻ. ഏറ്റവും മുന്നിലുള്ള സീറ്റിലാണ് എനിക്ക് ഇടം കിട്ടിയത്. അവിടെ നിന്ന് നോക്കിയാൽ മുമ്പിലേക്കുള്ള കാഴ്ചകൾ വ്യക്തമായി കാണാം. കൃത്യം ഒരു ബസ്സിന് പോകാനുള്ള വീതിയെ റോഡിനുള്ളൂ. വണ്ടി ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമില്ല. പലരും നിന്നുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. കൊടുമുടിയിൽ കാലാതീതമായ ഒരു സൗന്ദര്യമുണ്ട്. ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചിരിക്കുന്ന ഗോപാലസ്വാമി ക്ഷേത്രം 14ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജവംശത്തിലെ രാജാവായ ഭല്ലാല നിർമ്മിച്ച ഇത് പിന്നീട് മൈസൂരിലെ വോഡയാർമാർ മെച്ചപ്പെടുത്തി. അകത്ത് ഓടക്കുഴൽ പ്രതിഷ്ഠയുള്ള കൃഷ്ണനായ വേണുഗോപാലൻ സമാധാനം പ്രസരിപ്പിക്കുന്നു. ക്ഷേത്ര വാസ്തുവിദ്യ ലളിതമാണെങ്കിലും ആഴത്തിലുള്ള ആത്മീയതയാണ് ഇവിടം. കൽത്തൂണുകൾ, കൊത്തിയെഴുത്ത മണ്ഡപങ്ങൾ, കാലാതീതമായ ഒരു പ്രഭാവലയം. പിന്നിൽ അനന്തമായി പരന്നു കിടക്കുന്ന, പലപ്പോഴും മൂടൽമഞ്ഞിൽ പൊതിച്ചു കിടക്കുന്ന ഉരുണ്ടുകൂടുന്ന പച്ചക്കുന്നുകൾ. ഇവിടുത്തെ കാറ്റ് മൃദുവായി വിസിലടിക്കുന്നു. നിശബ്ദത ധ്യാനത്തെ ക്ഷണിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. നിശബ്ദതയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ചു സമയം ചെലവഴിച്ചു. ഫോൺ സിഗ്നലുകളില്ല, നഗരശബ്ദമില്ല. കാറ്റും മേഘങ്ങളും വിദൂര വന കോളുകളും മാത്രം.
മുകളിൽ നിന്നുള്ള കാഴ്ച പ്രകൃതിയുടെ സ്വന്തം പെയിന്റിംഗ് പോലെ തോന്നുന്നു. അനുഭവം വെറും ദൃശ്യമല്ല, അത് വൈകാരികമാണ്. ഞങ്ങൾ സമാധാനം നിറഞ്ഞ മനസ്സുകളോടെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ വിശപ്പുണർന്നു തുടങ്ങിയിരിക്കുന്നു. വഴിമധ്യേ ഒരു ക്ലാസിക് ഉടുപ്പി റെസ്റ്റോറന്റിൽ ഞങ്ങൾ നിർത്തി. സൗത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു മീൽസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. വയറു നിറഞ്ഞ ഞങ്ങൾ യാത്ര പുനരാരംഭിച്ചു. ഉച്ച കഴിഞ്ഞ് മൈസൂരുവിലെത്തി. മൈസൂർ പട്ടുനൂലിന്റെയും ചന്ദനത്തിന്റെയും നൂറ്റാണ്ടുകളുടെ രാജകീയ പാരമ്പര്യത്തിന്റെയും നഗരം. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമോ അതിശയിപ്പിക്കുന്ന മൈസൂരു കൊട്ടാരം. അകത്തേക്ക് കടക്കുന്നതിനു മുമ്പ് തന്നെ പുറം കാഴ്ച നിങ്ങളെ അമ്പരപ്പിക്കുന്നു. കൂറ്റൻ താഴികക്കുടങ്ങൾ, സങ്കീർണമായ കമാനങ്ങൾ, രാജകീയ ഗോപുരങ്ങൾ എല്ലാം ശക്തിയും ചാരുതയും പ്രകടിപ്പിക്കുന്നു. 500 വർഷത്തിലേറെയായി ഈ പ്രദേശം ഭരിച്ച വോഡയാർ രാജാക്കന്മാരുടെ വസതിയായ അംബാവിലാസ് കൊട്ടാരമാണിത്. മുൻ കൊട്ടാരം തീപിടുത്തത്തിൽ നശിച്ചതിനു ശേഷം 1912 നിർമ്മിച്ച ഇത് ഇൻഡോ സൾസനിക് ശൈലിയുടെ വാസ്തുവിദ്യാമിശ്രിതമാണ്. ഹിന്ദു, മുഗൾ, ഗോതിക്, രജപുത്ര രൂപകൽപ്പനയുടെ സ്പർശനങ്ങളോടെ. ബ്രിട്ടീഷ് വാസ്തുശില്പി ഹെൻറി ഇർവിൻ രൂപകൽപ്പന ചെയ്ത ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന സ്മാരകങ്ങളിൽ ഒന്നാണ്. താജ്മഹലിന് ശേഷം രണ്ടാമത്തേത്. ഞങ്ങൾ അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരു ജീവനുള്ള മ്യൂസിയത്തിലേക്ക് നടക്കുന്നത് പോലെ തോന്നി. രാജാവ് ഒരിക്കൽ കൊട്ടാരം നടത്തിയിരുന്ന ദർബാർ ഹാളിൽ തിളങ്ങുന്ന മൊസൈക്ക് കൊണ്ട് നിർമ്മിച്ച ഒരു തറയും ബെൽജിയത്തിൽ നിന്നുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് സീലിംഗും ഉണ്ട്. ഇതിഹാസങ്ങളിൽ നിന്നുള്ള കഥകൾ കൊത്തിയെടുത്ത കൂറ്റൻ റോസ്വുഡ് വാതിലുകൾ ഹാളുകളിൽ നിരന്നിരിക്കുന്നു. രാജകീയ ഇരിപ്പിടങ്ങൾ, പഴയ ആയുധങ്ങൾ, രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ, ആചാരപരമായ വസ്ത്രങ്ങൾ, ദസറ ഘോഷയാത്രകളിൽ രാജാവിനെ വഹിക്കാൻ ഒരിക്കൽ ഉപയോഗിച്ചിരുന്ന ഐക്കണിക് സ്വർണ്ണ ഹൗഡ എന്നിവ ഞങ്ങൾ കണ്ടു. വിശദാംശങ്ങൾ മനസ്സിനെ സ്പർശിക്കുന്നതാണ്. ഓരോ കോണിലും ചരിത്രത്തിൽ നിന്നുള്ള ഒരു രഹസ്യം മന്ത്രിക്കുന്നു. ചില പ്രദേശങ്ങളിൽ ഉള്ളിലെ ഫോട്ടോഗ്രാഫി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ കണ്ണുകളും ഹൃദയങ്ങളും ഉപയോഗിച്ച് കഴിയുന്നത്ര ഞങ്ങൾ അതിൽ മുഴുകി.
കൊട്ടാരം ഗ്രൗണ്ട് അത്രയും ഗംഭീരമാണ്. സമൃദ്ധമായ പൂന്തോട്ടങ്ങൾ, വെങ്കല പ്രതിമകൾ, ആനരൂപങ്ങൾ എല്ലാം ശ്രദ്ധാപൂർവം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്വർണം പൂശിയ തൂണുകളും ബെൽജിയൻ ഷാൻലിയറുകളും ഉള്ള അംബാവിലാസ് ഹാൾ ഒരു രാജകീയ സ്വപ്നത്തിൽ കുറഞ്ഞതല്ല. ദസറ സമയത്ത് കൊട്ടാരം ഏകദേശം 1,00,000 ലൈറ്റുകൾ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നു. ഇതൊരു സുവർണ ഫാന്റസിയാക്കി മാറ്റുന്നു എന്ന് പറയപ്പെടുന്നു. പകൽ സമയത്ത് പോലും അത് ആകർഷണീയതയും ഗാംഭീര്യവും കൊണ്ട് തിളങ്ങുന്നു. മൈസൂർ കൊട്ടാരം സന്ദർശിക്കുന്നത് വാസ്തുവിദ്യയെക്കുറിച്ചല്ല, ചരിത്രത്തെ സ്പർശിക്കുക, സംസ്കാരത്തെ അനുഭവിക്കുക, രാജാക്കന്മാർ ഈ ഹാളുകളിൽ കടന്നുപോയ ഒരു കാലത്തെ സങ്കല്പിക്കുക എന്നിവയെ കൊണ്ടാണ്. നമ്മുടെ സമ്പന്നമായ പൈതൃകത്തോടുള്ള അഭിമാനത്തിന്റെയും അത്ഭുതത്തിന്റെയും ബഹുമാനത്തിന്റെയും വികാരത്തോടെയാണ് നമ്മൾ പോകുന്നത്. അതോടെ വയനാടിന്റെ വന്യവനങ്ങളിൽ നിന്ന് മൈസൂരിന്റെ രാജകീയ കവാടങ്ങളിലേക്ക് ഞങ്ങളുടെ ഒരു ദിവസത്തെ യാത്ര അവസാനിച്ചു. ഈ മാന്ത്രിക യാത്രയിൽ എന്നോടൊപ്പം ചേർന്നതിന് നിങ്ങൾക്ക് നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒരു തംസ് അപ്പ് നൽകുക. നിങ്ങളുടെ സഹയാത്രാ പ്രേമികളുമായി ഇത് പങ്കിടുക. കൂടാതെ അത്തരം കൂടുതൽ പരിവേഷണങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ കാണും വരെ യാത്ര തുടരുക, കണ്ടെത്തുന്നത് തുടരുക. ഇത് അജിത്ത് സൈനിങ് ഓഫ്.